Very good morning friends. I am Manu Narayanan. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CA/CM ഇൻ്റർമീഡിയറ്റിലെ ഡയറക്റ്റ് ടാക്സിലെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ടാക്സ്. എന്താണ് ഒരു ടാക്സ് നോക്കാം. ടാക്സ് ഈസ് നത്തിങ് ബട്ട് മണി ദാറ്റ് പീപ്പിൾ ഹാവ് ടു പേ ടു ഗവൺമെൻറ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് പബ്ലിക് സർവീസസ്. എ ടാക്സ് ഈസ് നോട്ട് എ വോളണ്ടറി പേയ്മെൻറ്റ് ഓർ ഡൊണേഷൻ ബട്ട് ആൻ എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷൻ എക്സ്ട്രാക്റ്റഡ് പേഴ്സൺ ലെജിസ്ലേറ്റീവ് അതോറിറ്റി. ദാറ്റ് മീൻസ് എന്താണ് ഒരു ടാക്സ്? ഗവൺമെൻറ്റിന് ജനങ്ങൾ കൊടുക്കുന്ന ഒരു പേയ്മെൻ്റ് ആണിത് ടാക്സ്. എന്തിനു വേണ്ടിയാണ് അത് കൊടുക്കുന്നത്? ടു പ്രൊവൈഡ് പബ്ലിക് സർവീസ്. ഓക്കെ, സോ ഗവൺമെൻറ്റിന് ജനങ്ങൾ കൊടുക്കുന്നത് മീൻസ് ഇതൊരു പേയ്മെൻറ്റ്, ഒരു വോളണ്ടറി പേയ്മെൻറ്റോ ഡൊണേഷൻ ഒന്നുമല്ല, ഒരു ആക്ട് എൻഫോഴ്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ്റിന് ഈ പേയ്മെൻറ്റ് ജനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, സോ എന്തിൻ്റെയൊക്കെ പുറത്താണ് നമ്മൾ ടാക്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം ടാക്സ്. ഓക്കെ, പീപ്പിൾ given to government enforced by act. It is not a voluntary payment or donation. Tax is something that is given by people to government to provide public services. Okay, ഗവൺമെൻറ്റിന് പബ്ലിക് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഫണ്ട് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ആക്ട് കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കും. സോ എന്തിനൊക്കെ എഗെയിൻസ്റ്റ് ആണ് നമുക്ക് ഈ ടാക്സ് അവർ ലെവി എന്ന് നോക്കാം. ഓക്കെ, ടാക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ അറിയാം. ടാക്സ് ഗവൺമെൻറ് ഓൺ പ്രോഡക്റ്റ്, ഓൺ ഇൻകം ഓർ ആക്ടിവിറ്റി. ഓക്കെ, സോ ഇൻകം, ഒരാൾക്കുണ്ടാകുന്ന ഇൻകത്തിൻ്റെ പുറത്ത് ഗവൺമെൻറ് ടാക്സ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് സെനാരിയോ എടുക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ്. ദെൻ തേർഡ് സെനാരിയോ ഒരു ആക്ടിവിറ്റി. ഓക്കെ, ആക്ടിവിറ്റി. സോ നമുക്ക് ഒരാൾക്കുണ്ടാകുന്ന ഇൻകത്തിൻ്റെ പുറത്ത് ടാക്സ് ചെയ്യുന്ന നമുക്ക് എന്ത് പറയാം? ഇൻകം ടാക്സ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്കറിയാം പ്രോഡക്റ്റിൻ്റെ പുറത്തും ആക്ടിവിറ്റിയുടെ പുറത്തും ടാക്സ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST. ഓക്കെ, ഇത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, ഇത് ഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് ടാക്സ് എടുക്കുന്ന ഒന്നുകിൽ ഇൻകത്തിൻ്റെ പുറത്തായിരിക്കണം അല്ലെങ്കിൽ പ്രോഡക്റ്റ്. സോ കമോഡിറ്റീസ് വിൽക്കുകയാണെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിലൊക്കെ അതിൻ്റെ പുറത്ത് നമുക്കറിയാം ഓരോന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ അതിൻ്റെ പുറത്ത് ടാക്സ് ഉണ്ട്. അതിൻ്റെ എന്താണ്? GST ആണ്. ആക്ടിവിറ്റി മീൻസ് സർവീസ്. ഓക്കെ, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്താലും എന്ത് ചെയ്യണം? അതിന് കിട്ടുന്ന പേയ്മെൻറ്റിന് അഗൻസ്റ്റ് ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കണം. അത് രണ്ടും ഇതിനകത്ത് വരുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് വരുന്ന ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് ടാക്സ്. ഈ പറഞ്ഞ പോലെ ഇൻകത്തിൻ്റെ പുറത്താണെങ്കിൽ വരുന്ന ഡയറക്റ്റ് ടാക്സ് ആൻഡ് പ്രോഡക്റ്റിനോ ആക്ടിവിറ്റിക്കോ പുറത്ത് വരുന്നതാണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, നോക്കാം ആ ഒരു ഡിഫറൻസ് നോക്കാം. ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. പേഴ്സൺ പേയിങ് ടാക്സ് ഇസ് ഡയറക്ട്ലി ബിയേഴ്സ് ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ദാറ്റ് മീൻസ് അയാൾക്കുണ്ടാകുന്ന ഇൻകത്തിൻ്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്താണ് ടാക്സ് ചെയ്യുന്നത്. പേഴ്സൺ പേയിങ് ടാക്സ് ടു ഗവൺമെൻറ് കളക്ട് ദ സെയിം ഫ്രം അൾട്ടിമേറ്റ് കൺസ്യൂമർ. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് GSTയുടെ കേസ് എടുത്ത് അറിയാം. ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ, ഇൻകം ടാക്സിൻ്റെ കേസിൽ എന്താണ് ഒരാൾക്കുണ്ടാകുന്ന ഇൻകത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? അയാൾ ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്ത് ടാക്സ് ചെയ്യുന്നു. ഓക്കെ, സോ നേരെ മറിച്ച് ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തുണ്ടാവും? നമ്മൾ കണ്ടിട്ടുണ്ടാവും CGST, SGST എന്നൊക്കെ പറഞ്ഞിട്ട് ഗുഡ്സ് GST ഉണ്ടാവും. സോ ഇത് നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വാല്യൂ പ്ലസ് ദിസ് GST നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഷോപ്പിൽ നമ്മൾ എവിടെ നിന്നാണോ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്തത് അയാൾക്ക് പേ ചെയ്യുന്നു. ഓക്കെ, സോ ഇയാൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പേ ചെയ്യുന്ന ഈ GST ഈ പറയുന്ന ഷോപ്പ് കീപ്പർ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട്, ആക്ച്വലി അയാളാണ് ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി ആരാണത് പേ ചെയ്യുന്നത്? പേഴ്സൺ പേയിങ് ടാക്സ്. ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആ ഷോപ്പ് കീപ്പർ എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ്ലി നമ്മൾ ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്നു. ഓക്കെ, burden of tax is borne by the person himself. Incidence of tax is shifted to other person. That means അടുത്ത ഓരോ സെനാരിയിൽ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിൽ അത് ഇൻഡെപ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. പ്രോഗ്രസീവ് ഇൻ നേച്ചർ നമ്മളത് ഇതിൽ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പ്രോഗ്രസീവ് ദാറ്റ് മീൻസ് 2.5 ലക്ഷം വരെ ആണെങ്കിൽ ടാക്സ് ഇല്ല എന്നുള്ളത്, ദെൻ 5 ലക്ഷം വരെ ആണെങ്കിൽ ഇത്ര എന്നുള്ളത്, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് ഇൻകം കൂടുന്നതനുസരിച്ചിട്ട് റേറ്റ് കൂടും. നമ്മളത് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത് റിഗ്രസീവ് ഇൻ നേച്ചർ. ഓൾ കൺസ്യൂമേഴ്സ് ആർ ഈക്വലി ബിയേഴ്സ് ദ ബർഡൻ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ എത്ര കമ്മോഡിറ്റി ഒരെണ്ണം വാങ്ങിച്ചാലും 5 വാങ്ങിച്ചാലും 10 വാങ്ങിച്ചാലും ഒക്കെ അതിൻ്റെ പുറത്തുണ്ടാകുന്ന റേറ്റ് സെയിം ആയിരിക്കും. അതിനകത്ത് റേറ്റിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇൻകം ടാക്സ് ആണ് ഒരു ഡയറക്റ്റ് ടാക്സിനുള്ളിൽ മെയിനായിട്ട് വരുന്നത്. ഇൻകം ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സിൽ മെയിനായിട്ട് വരുന്നത്.
ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ, സോ ഇതാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ കുറച്ച് കാര്യങ്ങൾ തിയറി. വൈ ആർ ടാക്സസ് ആർ ലെവിഡ്? ദ റീസൺ ഫോർ ലെവി ഓഫ് ടാക്സസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഗവൺമെൻറ്റിന് റവന്യൂ ജനറേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്? പബ്ലിക് യൂട്ടിലിറ്റീസിന് വേണ്ടി. ദാറ്റ് മീൻസ് ഗവൺമെൻറ് revenue raised is utilized for meeting the expenses of government like defense, provisions of education, healthcare, infrastructure facilities like road, dams, etc. Okay, so infrastructure facilities, defense, provisions of education, healthcare, ഇതിനെല്ലാമാണ് എന്ത് ചെയ്യുന്നത്? ഈ കളക്ട് ചെയ്യുന്ന ടാക്സ് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പവർ ടു ലെവി ടാക്സ്. ദാറ്റ് മീൻസ് എല്ലാവർക്കും ടാക്സ് ലെവി ചെയ്യാൻ പറ്റുമോ? ഇല്ല. Constitution of India gives power to levy and collect tax where directly or indirectly to central and state government. Okay, central governmentനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ടാക്സ് കളക്ട് ചെയ്യാനോ ലെവി ചെയ്യാനോ പറ്റുന്നത്. ഓക്കെ, കളക്ട് ആൻഡ് ലെവി ഓഫ് ടാക്സ്. The union and state government are empowered to levy taxes by virtue of Article 246 of the Constitution. Okay. The 7th schedule of Article 246 contains 3 lists. Okay, 3 ലിസ്റ്റ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് മീൻസ് എന്താണ്? യൂണിയൻ ഗവൺമെൻറ്. ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രം എക്സ്ക്ലൂസീവ് പവർ ടു മേക്ക് ലോസ് ആൻഡ് മാറ്റേഴ്സ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ്. ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ ടാക്സ് എത്ര പെർസെൻറ്റേജ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ എത്ര കൂട്ടണം, എത്ര കുറയ്ക്കണം എന്നുള്ള എല്ലാം എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്. സെക്കൻഡ് വൺ സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് എക്സ്ക്ലൂസീവ് പവർ. സ്റ്റേറ്റ് വാറ്റ് എന്നൊക്കെ നമുക്ക് പറയുന്ന പോലെ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എക്സ്ക്ലൂസീവ്. സെൻട്രൽ ഗവൺമെൻറ്റിനകത്ത് ഇടപെടാൻ പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത്. ദെൻ കൺകറൻറ്റ് ലിസ്റ്റ്. ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രലിനും സ്റ്റേറ്റിനും ഒരേപോലെ പവറുണ്ട്. ഈ ലിസ്റ്റിൽ പറയുന്ന എന്താണോ അത് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ അതിന് നമുക്ക് ടാക്സ് ലെവി ചെയ്യാനും അതിനകത്ത് ഇടപെടാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ സെൻട്രലിനും സ്റ്റേറ്റിനും ഒരേപോലെ അധികാരമുണ്ട്. ഓക്കെ, നോക്കാം. ഇൻകം ടാക്സ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡയറക്റ്റ് ടാക്സ്. നമ്മൾ പറഞ്ഞിരുന്നു ഇൻകം ടാക്സ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡയറക്റ്റ് ടാക്സ് എൻട്രി 82 ഓഫ് ദ യൂണിയൻ ലിസ്റ്റ്. ദാറ്റ് മീൻസ് യൂണിയൻ ലിസ്റ്റ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇൻകം ടാക്സിൻ്റെ റേറ്റ്, എക്സംഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുക. നമുക്കറിയാം ഫിനാൻസ് മിനിസ്റ്റർ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഓരോ വർഷവും ഫിനാൻസ് ആക്ടിലൂടെയാണ് അതിനകത്ത് അമെൻമെൻറ്റ്സും കാര്യങ്ങളും കൊണ്ടുവരുന്നത്. ദെൻ ഓക്കെ, ഒരു ഇൻകം ടാക്സ് ലോ. ഓക്കെ, നമ്മളിനി കയറി ഡയറക്റ്റ് ടാക്സിലേക്ക് വന്ന് ഇൻകം ടാക്സ് ലോ കമ്പോണൻസ്. ഇൻകം ടാക്സ് ആക്ട് 1961, ദെൻ ഇൻകം ടാക്സ് റൂൾസ് 1962, ആനുവൽ ഫിനാൻസ് ആക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ വർഷവും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഓരോ വർഷവും നമുക്ക് എന്താണ് ആനുവൽ ഫിനാൻസ് ആക്ട് വരും. അതിനകത്ത് റേറ്റ്, അങ്ങനെ എക്സെപ്ഷൻസ്, ഡിഡക്ഷൻസ്, അതിനകത്ത് വരുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം വരും. ദെൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഇഷ്യൂ ചെയ്യുന്ന സർക്കുലേഴ്സ്. ദെൻ നോട്ടിഫിക്കേഷൻസ്. സംടൈംസ് ഇൻ ബിറ്റ്വീൻ ഫിനാൻസ് ആക്ട് നമ്മൾ വന്നതിന് ശേഷം ഇൻ ബിറ്റ്വീൻ നമ്മൾ നോട്ടിഫിക്കേഷനിലൂടെ ചേഞ്ചസ് കൊണ്ടുവരാറുണ്ട്. ദെൻ കേസ് ലോസ് ആൻഡ് ഡിസിഷൻ. സോ കോർട്ടിലോ അല്ലെങ്കിൽ പോകുന്ന കേസ് ലോസിൻ്റെ ബേസിസിൽ നമ്മൾ ഇൻ്റർ ലെവലിൽ 2-3 കേസ് ലോസ് പഠിക്കുന്നുണ്ട്. അതിനകത്ത് കേസ് ലോസിൻ്റെ ഡിസിഷൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ലോസ് ഇൻകം ടാക്സിൻ്റെ കമ്പോണൻസ് ആണ് ഇത്. ഇൻകം ടാക്സ് ആക്ട് 1961, ദെൻ ഇൻകം ടാക്സ് റൂൾസ് 1962, ആനുവൽ ഫിനാൻസ് ആക്ട്, circulars issued by CBDT, Central Board of Direct Tax, notifications, case laws and decisions. Okay, then major area, section 4. Okay, so direct tax like നമ്മൾ വന്നു. ഡയറക്റ്റ് ടാക്സിൻ്റെ കമ്പോണൻസ് പറഞ്ഞു കഴിഞ്ഞു. യൂണിയൻ ലിസ്റ്റിലെ എൻട്രി 82-ലെ മേജർ സിഗ്നിഫിക്കൻറ്റ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ്. ഓക്കെ, ദെൻ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ചാർജിങ് ഇൻകം. സോ ഇനി ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ടോട്ടൽ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഓഫ് എ പേഴ്സൺ ചാർജ്ഡ് ടാക്സ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ഇയർ വിച്ച് ഈസ് ദ അസസ്മെൻറ്റ് ഇയർ. ദാറ്റ് മീൻസ് ഒരു പേഴ്സൺ, 2-3 വേർഡ്സ് ഇവിടെ വന്നിരിക്കുന്നു. പേഴ്സൻ്റെ ടോട്ടൽ ഇൻകം എന്നുള്ളതാണ് പ്രീവിയസ് ഇയറിലുള്ള ടോട്ടൽ ഇൻകം എന്ന് ടാക്സ് ചെയ്യുന്നു? അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് ചെയ്യുന്നു. ഓക്കെ, ടോട്ടൽ ഇൻകം ഓഫ് എ പേഴ്സൺ ഇൻ ദ പ്രീവിയസ് ഇയർ വിൽ ബി ടാക്സ്ഡ് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോക്കാം എന്താണ് പ്രീവിയസ് ഇയർ, എന്താണ് അസസ്മെൻറ്റ് ഇയർ, ആരൊക്കെയാണ് ഈ പറയുന്ന പേഴ്സൺസ്. ഓക്കെ, ഫസ്റ്റ് വൺ അസസ്മെൻറ്റ് ഇയർ.
a period of 12 months commencing from 1st April of the year. Okay, so that means 12 months assessment year. Okay, എന്താണ് അസസ്മെന്റ് ഇയർ? എന്താണ് 12 months ആണ് എന്ന് കമൻസ് ചെയ്യുന്നു 1/4 1st April to, that means എന്നായിരിക്കും തീരുന്നത് 31/3 of next. സോ ഇവിടെ നമുക്ക് 2021 okay, 1/4/2022 31/3/2021 ആണത് അസസ്മെന്റ് ഇയർ 2021. ഓക്കെ, ഈ അസസ്മെന്റ് ഇയറിൽ എന്ത് ചെയ്യുന്നു? പ്രീവിയസ് ഇയറിലെ മാക്സിമം. ഓക്കെ, പ്രീവിയസ് ഇയർ മീൻസ് എന്താണ്? ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെന്റ് ഇയർ. സോ ഇമ്മീഡിയറ്റ്ലി ദാറ്റ് മീൻസ് ഈ അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള 12 മാസം അല്ലെങ്കിൽ ഒരു വർഷമാണ് എന്ത് വരുന്നത്? പ്രീവിയസ് ഇയർ സെക്ഷൻ 3. ഇറ്റ് മീൻസ് അതെന്ത് വരും? 1/4/2019 to 31/3/2020 ആണ് എന്ത് വരുന്നത്? പ്രീവിയസ് ഇയർ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈ ഇയറിലുണ്ടാകുന്ന പ്രീവിയസ് ഇയറിലുണ്ടാകുന്ന ടോട്ടൽ ഇൻകം ഓഫ് എ പേഴ്സൺ വിൽ ബി ടാക്സ്ഡ് ഇൻ ദ അസസ്മെന്റ് ഇയർ. ഓക്കെ, ദെൻ പേഴ്സൺ ടു സബ്സെക്ഷൻ 31 ആണ് വരുന്നത്. ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്. പേഴ്സൺ നമ്മുടെ നോർമലി വരുന്ന പോലെ ഇൻഡിവിജ്വൽ മാത്രമല്ല, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 2 സബ്സെക്ഷൻ 31 പ്രകാരം പേഴ്സൺ ഇൻഡിവിജ്വൽസ് ആകാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF ആകാം, കമ്പനി ആകാം, ഫേം ഇൻക്ലൂഡിംഗ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ നോട്ട് കവേർഡ് ബൈ AGP എന്നൊക്കെ പറയാറുണ്ട്. ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ നമുക്ക് സംടൈംസ് ഇനി അങ്ങോട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് AJP എന്നായിരിക്കും. ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ. ഓക്കെ, ദെൻ രണ്ട് മൂന്ന് ഡെഫിനിഷൻസ് ഉണ്ട്. അസസി സെക്ഷൻ 2 സബ്സെക്ഷൻ 7. അസസി മീൻസ് എ പേഴ്സൺ ബൈ ഹൂം any tax or any other sum of money is payable under the Income Tax Act 1961. So that means ഒരാൾക്ക് ഈ പറയുന്ന എനി പേഴ്സൺ, ഈ പറയുന്ന പേഴ്സൺ മീൻസ് എന്താണ്? 2 സബ്സെക്ഷൻ 31 പ്രകാരം ആരൊക്കെ ആകാം? ഇൻഡിവിജ്വൽ ആകാം, HUF ആകാം, കമ്പനി ആകാം, ഫേം ആകാം, AOP, BOI, ലോക്കൽ അതോറിറ്റി, AGP. ഓക്കെ, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കുന്ന ആൾ. ഓക്കെ, ദാറ്റ് മീൻസ് എനി അതർ സം ഓഫ് മണി ഈസ് പേയബിൾ. ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്ന പേഴ്സണെ എല്ലാം നമുക്ക് എന്ത് പറയാം? അസസി. ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ഇൻ അഡീഷൻ ടു the term includes every person in respect of whom proceedings. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും പ്രൊസീഡിങ്സ് അതോറിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അവരും എന്താണ്? അസസി ആണ്. ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് അസസി ഈസ് ലയബിൾ. വേറൊരാളുടെ ക്ലബിംഗ് എന്നൊക്കെ പറയും, നമ്മളത് പിന്നീട് നോക്കാം. The loss sustained him by such other person, amount of refund due to him such other person, every person who is deemed to be assessee in default under any provisions of the Income Tax Act 1961. Okay, തിയറി ആണ്. ദാറ്റ് മീൻസ് എന്താണ്? അസസി മീൻസ് എന്താണ്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്യേണ്ട ആൾക്കാരെല്ലാം, എല്ലാ പേഴ്സൺ നമുക്ക് എന്ന് പറയാം അസസി എന്ന് പറയാം. സംടൈംസ് അസസി ഇൻ ഡിഫോൾട്ട് ഓൾസോ. ദാറ്റ് മീൻസ് എന്തെങ്കിലും പ്രൊസീഡിങ്സ്, ഇൻകം ടാക്സ് അതോറിറ്റി എന്തെങ്കിലും പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ നമുക്ക് എന്ത് പറയാം? അസസി എന്ന് പറയാം. ഓക്കെ, എക്സെപ്ഷൻ. ഓക്കെ, Rule 4, exception to rule. The income of the previous year is normally total income of the previous year charged to tax in the previous year is chargeable tax in the assessment year. Okay, so adine exceptional cases ആണ്. First one, shipping business of non-resident, section 172 ആണ് പറയുന്നത്. അതായത് shipping business of non-resident section 172. Okay, non-resident shipping business ഒന്ന് ശ്രദ്ധിക്കുന്നത്. A non-resident belongs to or chartered by a non-resident. ഒന്നിൽ non-resident ആയിരിക്കണം അല്ലെങ്കിൽ ചാർട്ട് ചെയ്തിരിക്കണം. So that means ship അവർ എന്തെങ്കിലും കമോഡിറ്റി എന്താണ്? എനി പോർട്ട് ഇൻ ഇന്ത്യ. ഓക്കെ, ഷിപ്പിംഗ് ബിസിനസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പോർട്ടിൽ ഈ പറഞ്ഞ എന്തു ആകാം? കമോഡിറ്റി ആകാം, ലൈഫ് സ്റ്റോക്ക് ആകാം, എന്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഷിപ്പ് ഈ പോർട്ട് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് മീൻസ് ഇവരെന്തല്ല ഇന്ത്യൻ റെസിഡൻ്റ് അല്ല. പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഷിപ്പ് ഇന്ത്യയിൽ എന്തെങ്കിലും ഗുഡ്സ് ഇറക്കും അല്ലെങ്കിൽ ഇന്ത്യൻ പോർട്ടിൽ എന്തെങ്കിലും ഷിപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ്? അവരടുത്ത വർഷം, ദാറ്റ് മീൻസ് ഈ വർഷം അവർ ഇവിടുന്ന് എന്താ ഷിപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഉണ്ടാവും റെസീറ്റ് ഉണ്ടാവും. അവരടുത്ത വർഷം ഇവിടെ ഒന്ന് ടാക്സ് അടയ്ക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് അവരുടെ ഇന്ത്യയുടെ പോർട്ട് വിട്ടു പോകണമെങ്കിൽ അവരെന്ത് ചെയ്യണം?
ഒരു പറയുന്ന നിശ്ചിതമായിട്ടുള്ള ടാക്സ് അടയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഒന്നിൽ അടയ്ക്കുക അല്ലെങ്കിൽ അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടേ പോകാവുള്ളൂ. സോ ദാറ്റ് മീൻസ് അവർ എത്രയാണോ ഇന്ത്യയിൽ നിന്ന് ഈ പോർട്ടിൽ നിന്ന് കളക്ട് ചെയ്ത ഫ്രൈറ്റ്, ഈ ഫ്രൈറ്റിൻ്റെ 7.5% അവരുടെ ഡീംഡ് ഇൻകം. ഓക്കെ, 7.5% ടാക്സ് റേറ്റ് അല്ല, ഡീംഡ് ഇൻകം. ദാറ്റ് മീൻസ് അവർ ഇവിടുന്ന് 1,00,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത് ജസ്റ്റ് വിചാരിക്കാൻ. ഏതായിരുന്നു 7.5%, 7,500 രൂപ അവരുടെ ഇൻകം ആവും. അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യണം? ആപ്ലിക്കബിൾ ടാക്സ് റേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം? അത്രയും ടാക്സ് അടച്ചിട്ടുണ്ട്. മീൻസ് നോൺ റെസിഡൻ്റ് ആണ് കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 40% ആണ് വരുന്നത്. നമ്മളത് ഈ ചാപ്റ്റർ തന്നെ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഷിപ്പിംഗ് ബിസിനസ്, ഇന്ത്യക്ക് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് ബിസിനസ്സുകാരനെ ഇന്ത്യയിലെ പോർട്ടിൽ എന്തെങ്കിലും എടുക്കണമെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ഫ്രൈറ്റിൻ്റെ 7.5% ഡീംഡ് ഇൻകം കണക്കാക്കിയിട്ട് അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. അത് അടച്ചിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പോർട്ടിൽ നിന്ന് കിട്ടും. ദാറ്റ് മീൻസ് അവിടെ എന്തില്ല, പ്രീവിയസ് ഇയറിലെ ഇൻകം അടുത്ത ഇയറിൽ എന്താണ്? അവർ നോൺ റെസിഡൻ്റ് ഒരു കാരണവശാലും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ വരില്ല. അതുകൊണ്ട് 172 പ്രകാരം എന്ത് ചെയ്യും? ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും? ആ പ്രീവിയസ് ഇയറിൽ തന്നെ നമ്മുടെ ടാക്സ് ചെയ്യും. ഓക്കെ, ദെൻ സെക്ഷൻ പേഴ്സൺ ഹാവിങ് ലീവിങ് ഇന്ത്യ ആണ്. ഓക്കെ, പേഴ്സൺ ലീവ്സ് ഇന്ത്യ സെക്ഷൻ 174 വേറെ ഇറ്റ് അപ്പിയേഴ്സ് ടു അസസിങ് ഓഫീസറോട് തോന്നുകയാണ്. സോ ദാറ്റ് മീൻസ് ഒരു പേഴ്സൺ എന്താണ് ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണ്. ഇനി അയാൾക്ക് ഉടനെ ഒന്നും തിരിച്ചു വരാനുള്ള ഒരു ഉദ്ദേശമില്ല എന്ന് കാരണം അസസിങ് ഓഫീസർക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? അയാൾ പോകുന്ന അന്ന് വരെയുള്ള ഇൻകം അയാളെ പിടിച്ച് ടാക്സ് ചെയ്തിട്ടേ വിടുള്ളൂ. സോ പ്രീവിയസ് ഇയറിലെ ഇൻകം അടയ്ക്കാൻ അസസ്മെൻറ്റ് ഇയറിൽ അയാൾ ഉണ്ടാകില്ല. അയാൾ ഉടനെ അങ്ങ് തിരിച്ചു വരില്ല. അയാൾക്ക് എത്ര നോട്ടീസ് അയച്ചാലും നമുക്ക് എന്ത് പറ്റില്ല, ഈ പറയുന്ന ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? അസസിങ് ഓഫീസർക്ക് തോന്നുകയാണ്. ദെൻ അസസിങ് ഓഫീസർ എന്ത് ചെയ്യും? 174 ഇൻവോക്ക് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുടെ നിന്ന് ആ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ AGP ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ ഇവൻറ്റ് സെക്ഷൻ 174A. ദാറ്റ് മീൻസ് ഒരു പേഴ്സൺ, നമുക്ക് ഒരു ജസ്റ്റ് ഒരു സെനാരിയോ എടുക്കാം. നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 1/4/2019 ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ചെയ്തു 31st ഡിസംബർ. ഓക്കെ, 31st ഡിസംബർ 19 ഒരു ഫംഗ്ഷൻ, ഒരു ഇവൻറ്റ് നടത്തുകയായിരുന്നു അവരുടെ ഉദ്ദേശം. 31st ആ ഇവൻറ്റ് നടത്തി. ദെൻ അവരെന്ത് ചെയ്തു? ആ ഇവൻറ്റിന് അഗേൻസ്റ്റ് ആയിട്ട് ഇൻകം കളക്ട് ചെയ്തു. ദെൻ വെരി നെക്സ്റ്റ് ഡേ അവരെന്ത് ചെയ്തു? ആ AOP ഡിസോൾവ് ചെയ്തു. ആ AOP പിന്നെ ഇല്ല. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇത് കഴിഞ്ഞിട്ട് ദെൻ 31/3/2007 കഴിഞ്ഞിട്ട് 1/4 അസസ്മെൻറ്റ് ഇയർ ആകുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു AOP പോലും ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യത്തില്ല? ടാക്സ് അടയ്ക്കത്തില്ല. സോ അങ്ങനെയുള്ള സെനാരിയോയിൽ എന്ത് ചെയ്യും? പ്രീവിയസ് ഇയർ ഇൻകം അസസ്മെൻറ്റ് ഇയറിലോട്ട് നോക്കില്ല. പ്രീവിയസ് ഇയർ ഇൻകം എന്ത് ചെയ്യും? ആ ഒരു എന്നാണോ അവർ ആ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഡിസൊല്യൂഷൻ വരുന്നത് ആ ഇയറിൽ തന്നെ അസസ്മെൻറ്റ് ഇയറിൽ തന്നെ ടാക്സ് ചെയ്യുന്നു. ഓക്കെ, ദെൻ സെക്ഷൻ 75 ഇത് ഒരുപാട് തരത്തിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പേഴ്സൺ ഇൻകം കൂടുതലുള്ളവർ എന്ത് ചെയ്യും? ടാക്സ് ഇവേഡ് ചെയ്യുക, ടാക്സ് ഇവേഷൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് സോ എന്ത് ചെയ്യുന്നു? പ്രോപ്പർട്ടി വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസിൽ അതിൽ നിന്നുണ്ടാകുന്ന ഇൻകം എന്ത് ചെയ്യും? ആ അസസിയെ തന്നെ പിടിച്ച് ടാക്സ് ചെയ്യും. ആ അസസ്മെൻറ്റ് ഇയറിൽ തന്നെ ടാക്സ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? സെക്ഷൻ 175 പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെൻറ്റ് ഇയറിലോട്ടൊന്നും പോയില്ല. അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് പിടിച്ച് ടാക്സ് ചെയ്യും. ഓക്കെ, ദെൻ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ഓക്കെ, ബിസിനസ് ചെയ്യുമായിരുന്നു, സ്ഥിരമായിട്ട് ടാക്സ് ഒക്കെ അടയ്ക്കുന്ന ആളായിരുന്നു. ബട്ട് എന്ത് ചെയ്തു? നമ്മുടെ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ നമ്മുടെ അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഡിസ്കണ്ടിന്യൂ ചെയ്തു. ദെൻ പ്യൂർലി അസസിങ് ഓഫ് യുവർ ഡിസ്ക്രിപ്ഷനാണ്. അത് ഇത്തവണ തന്നെ പിടിച്ചടക്കണം, അല്ലെങ്കിൽ ഇപ്പം ഫിനാൻഷ്യൽ അതായത് അസസിങ് ഓഫീസറുടെ അടുക്കൽ പ്രൂവ് ചെയ്യാണ് ഫിനാൻഷ്യൽ പൊസിഷൻ അഡ്വേഴ്സ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. അടുത്ത അസസ്മെൻറ്റ് ഇയറിൽ ഞങ്ങൾ കറക്റ്റായിട്ട് അടയ്ക്കുമെന്ന് അസസിങ് ഓഫീസറെ കൺവിൻസ് ചെയ്യുവാണെങ്കിൽ ഓക്കെ. അതർവൈസ് അസസിങ് ഓഫീസർ ഡിസ്ക്രിപ്ഷനാണ്. അതിൽ പിടിച്ച് 176 ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്സിൻ്റെ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ ആ പ്രീവിയസ് അല്ലെങ്കിൽ ആ അസസ്മെൻറ്റ് ഇയറിൽ തന്നെ പിടിച്ച് ടാക്സ് ചെയ്യണോ എന്നോ അത് ആരുടെയാണ്? അസസിങ് ഓഫീസറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ, ഇത്രയാണ്. സോ സെക്ഷൻ 172 ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡൻറ്റ്. ദെൻ 174 പേഴ്സൺ ലീവിംഗ് ഇന്ത്യ വിത്ത് നോ ഇൻറ്റൻഷൻ ടു റിട്ടേണിംഗ് ബാക്ക്. Then association of person, a body of individual, artificial juridical person formed for a particular event. ആ ഇവൻറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ ഡിസോൾവ് ചെയ്യും ആ കേസിൽ. ദെൻ പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ഈ കേസ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലിപ്പിങ്ങിലും ഹെഡ് ഓഫ് ഇൻകത്തിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ഓക്കെ, സെക്ഷൻ 176 ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ ഉടനെ തന്നെ ടാക്സ് ചെയ്യണോ വേണ്ടി എന്നുള്ളത്. ഓക്കെ, ദെൻ വേറെ കുറച്ച് സെനാരിയോ. Following undisclosed source of income are charged tax in the previous year assessed by assessing officer. So ഈ പറയുന്ന കാര്യങ്ങൾ ഏത് പ്രീവിയസ് ഇയറിലാണോ, സോ ദാറ്റ് മീൻസ് അത് നമുക്ക് കിട്ടുന്ന ആ ഇയറിലൊന്നും ആയിരിക്കില്ല. ഏത് പ്രീവിയസ് ഇയറിലാണോ
ഈ പറയുന്ന കാര്യങ്ങൾ ഏത് പ്രീവിയസ് ഇയറിലാണോ അസസിങ് ഓഫീസർ കണ്ടുപിടിച്ചിട്ട് അസസിങ് ഓഫീസർ അസസ് ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. ക്യാഷ് ക്രെഡിറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള അതായത് സെക്ഷൻ 68 മുതൽ 69, 69A, 69B, 69C ആൻഡ് 69D. സോ ഇതെല്ലാം നമ്മൾ ടാക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് കാണിക്കുന്നത് അതർ സോഴ്സിലാണ്. നമ്മൾ അതർ സോഴ്സ് ഹെഡ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മൾ ഇതിന് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ സ്പെഷ്യൽ റേറ്റ് ആണ് കണ്ടുപിടിക്കുന്ന നോർമലി 60% പ്ലസ് അതിൻ്റെ കൂടെ ഒരു സർചാർജ് 25% പ്ലസ് സെസ് ആയിട്ടുള്ള 4% എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അഗ്രിഗേറ്റ് 78%. ദറ്റ് മീൻസ് അൺഡിസ്ക്ലോസ്ഡ് ആണ്. അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ കണ്ടുപിടിച്ചതിൻ്റെ 78% നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. റവന്യൂ വെർസസ് ക്യാപിറ്റൽ റെസീറ്റ്. ഒരു നമ്മുടെ ഇതിനകത്ത് ഇൻകം ടാക്സിൽ പറയുന്നത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ റെസീറ്റ്. ക്യാപിറ്റൽ റെസീറ്റ് ഈസ് നോട്ട് liable to tax unless specifically provided. Normally capital receipt taxability illa unless specifically provided. So capital gain taxation നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് 2 subsection 14 സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുകയാണ് ക്യാപിറ്റൽ റെസീറ്റ്. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസീറ്റ് ആണ് സ്പെസിഫിക്കലി പ്രൊവൈഡ്. അതർവൈസ് എന്താണ്, ക്യാപിറ്റൽ റെസീറ്റ് ആർ നോട്ട് ടാക്സബിൾ. വെറാസ് റവന്യൂ റെസീറ്റ് ഈസ് നോട്ട് acceptable. റവന്യൂ റെസീറ്റ് ഈസ് ആൾവേസ് ടാക്സബിൾ ഇഫ് സ്പെസിഫിക്കലി പ്രൊവൈഡ്. അൺലെസ് സ്പെസിഫിക്കലി പ്രൊവൈഡ്, അത് ടാക്സ് ചെയ്യരുത് അല്ലെങ്കിൽ എക്സംപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ എന്താണ്, റവന്യൂ റെസീറ്റ് എല്ലാം ടാക്സബിൾ ആണ്. സോ നമ്മൾ ഇത്ര നേരം നമ്മൾ പറയുന്നുണ്ടായിരുന്നു ടോട്ടൽ ഇൻകം. പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം ഒരു പേഴ്സൻ്റെ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം അസസ്മെൻറ്റ് ഇയറിൽ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ഇയർ ടോട്ടൽ കണ്ടുപിടിക്കുന്നത് എന്താണ്, 5 ഹെഡിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സ്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഹെഡ്സ് ഓഫ് ഇൻകം ഇന്നത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻകം ചാർജബിൾ അണ്ടർ എ പർട്ടിക്കുലർ ഹെഡ്. Income chargeable under a particular head cannot be charged under any other head. ഒരു ഹെഡിൽ ചാർജ് ചെയ്യേണ്ട ഇൻകം വേറെ ഹെഡിൽ ചാർജ് ചെയ്ത്, സാലറി ഇൻകം കൊണ്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാലറിയിൽ കിട്ടും. നമ്മൾ സാലറി ഹെഡ് പഠിക്കുമ്പോഴേ ഓരോ ഹെഡിനും പ്രത്യേകം ഡിഡക്ഷൻസ് ഉണ്ട്. അത് ഹെഡ് മാറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ ആ ഒരു ഡിഡക്ഷൻ കിട്ടാമെന്നാണ് ഇവിടെ പറയുന്നത്. ഇൻകം ചാർജ് അണ്ടർ റോങ് ഹെഡ് ഓഫ് ഇൻകം, ദ അസസി മേ ലോസ്റ്റ് ദ ബെനിഫിറ്റ് ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ ടു ഹിം അണ്ടർ ദ കറക്റ്റ് ഹെഡിൽ വരുന്ന അയാൾക്ക് വരുന്ന ഡിഡക്ഷൻസ് ഒന്നും അവൈൽ ചെയ്യാൻ പറ്റില്ലാതെ വരും. ഹെഡ് മാറിപ്പോൾ ദാറ്റ് മീൻസ് ഓരോ 5 ഹെഡിലേക്കാണ് നമ്മൾ ഇൻകം തിരിച്ചിരിക്കുന്നത്. ഒന്നുകിൽ സാലറിയിൽ വരും, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ വരും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ വരും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് വരും. ഇതിൽ 4 വരാത്തതും ദെൻ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം എവിടെ വരും, അതർ സോഴ്സ്, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇതെല്ലാം നമ്മൾ 5 ഹെഡാണ് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ. സെക്ഷൻ 14 പ്രകാരമാണ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ് 5 ഹെഡിലെ ഇൻകം വെച്ചിട്ടാണ്. ദെൻ സെക്ഷൻ 288A റൗണ്ടിങ് ഓഫ് ടോട്ടൽ ഇൻകം. കണ്ടുപിടിക്കാൻ ടോട്ടൽ ഇൻകം നെക്സ്റ്റ് നിയറസ്റ്റ് 10 മൾട്ടിപ്പിൾ ഓഫ് 10ലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ടാക്സും എന്ത് ചെയ്യുന്നു, നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നു. ദെൻ സ്റ്റെപ്സ് ഇൻ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ ഇൻകം ഓഫ് അസസി ആൻഡ് ടാക്സ് ലയബിലിറ്റി. സോ നമ്മൾ പറഞ്ഞു ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോഴത്തേക്കുള്ള സ്റ്റെപ്സ്. ഫസ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, നോൺ റെസിഡൻ്റ് ആണോ, റെസിഡൻറ്റ് ബട്ട് നോൺ റെസിഡൻറ്റ്. ഫസ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കണം. ദെൻ ഓരോ ആൾക്ക് വരുന്ന ഇൻകം അതൊക്കെ ഏതൊക്കെ ഹെഡിൽ വരുമെന്ന് ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യുക. ദെൻ ഓരോ ഹെഡിലെ ഇൻകം കറസ്പോണ്ടിങ് ഹെഡിലെ ഡിഡക്ഷൻസും ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഓരോ ഹെഡിലെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. ആദ്യം ക്ലാസിഫൈ ചെയ്യുക, ദെൻ കമ്പ്യൂട്ട് ചെയ്യുക, ദെൻ ക്ലബിംഗ് ഓഫ് ഇൻകം. ദാറ്റ് മീൻസ് വേറെ ആൾക്കുള്ള ഇൻകം അസസിയുടെ കൂടെ വരുന്ന ഞാൻ എന്ത് പറയുന്നത് ക്ലബിംഗ് എന്നു. അതെല്ലാം നമ്മൾ ഇൻഡെപ്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ലോസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ വർഷത്തെ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്ത ലോസസ് ആ ക്യാരി ഫോർവേഡ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന കേസസ്. ദെൻ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, ഗ്രോസ് ടോട്ടൽ ഇൻകം. 5 ഹെഡിൽ നിന്നുള്ള ഇൻകം പ്ലസ് ക്ലബിംഗ്. ദെൻ എന്തെങ്കിലും ലോസും കാര്യങ്ങളും സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണെന്ത്, ഗ്രോസ് ടോട്ടൽ ഇൻകം. ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമുക്ക് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ്.
ATC മുതൽ അങ്ങോട്ടുള്ള ഡിഡക്ഷൻസ് പറയുന്നത് ATP വരെ കൊണ്ട് നമ്മളതൊക്കെ ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ അത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ഓക്കെ, ദെൻ ഇതിൻ്റെ പുറത്ത് എന്ത് ചെയ്യും, റേറ്റ്സ്, പേഴ്സൺ ആരാണ് അല്ലെങ്കിൽ SSC ആരാണെന്നനുസരിച്ചിട്ട് റേറ്റ്സ് ആപ്ലിക്കബിൾ ആണ്. ദെൻ അതിൻ്റെ പുറത്ത് സർചാർജ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത്, റീബേറ്റ് ഉണ്ടെങ്കിൽ അത്. ഓക്കെ, 87A വെരി ഇമ്പോർട്ടൻറ്റ് അമെൻമെൻ്റ് ഉള്ളതാണ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഓക്കെ, ഇതിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു, സെസ് കൂടെ ആഡ് ചെയ്യുന്നു 4%. നേരത്തെ അഡ്വാൻസ് ടാക്സ് TDS അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് TDSO അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സോ ഒക്കെ പേ ചെയ്യുന്നെങ്കിൽ അത് കുറച്ചതിന് ശേഷമാണിത് നമ്മുടെ ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടാക്സ് റീഫണ്ടബിൾ കണ്ടുപിടിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്സ് വരുന്നത്. ഫസ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നു, ദെൻ ഓരോ ഹെഡിലേക്കും വരുന്ന ഇൻകം ക്ലാസിഫൈ ചെയ്യുന്നു, ദെൻ കമ്പ്യൂട്ട് ചെയ്യുന്നു ഓരോ ഹെഡിലും വരുന്ന ഇൻകം, ദെൻ ക്ലബിംഗ്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്, ഗ്രോസ് ടോട്ടൽ ഇൻകം, ദെൻ അതിൽ നിന്ന് ഡിഡക്ഷൻ, ടോട്ടൽ ഇൻകം കിട്ടുന്നു, ദെൻ റേറ്റ്സ് ആപ്ലിക്കബിൾ ആകുന്നത്, അതിനുശേഷം സർചാർജ്, റീബേറ്റ് അണ്ടർ സെക്ഷൻ 87A, ദെൻ കിട്ടുന്നതിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ സെസ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് ദ റേറ്റ് 4%. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ഈ പറഞ്ഞ കേസ് റേറ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഷൻ, ഡിഡക്ഷൻ, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് റേറ്റ്. ഒരു നമുക്ക് റേറ്റ് നോക്കാം. ഫോർ ഇൻഡിവിജ്വൽസ് HOF, AOP, BOI, ആർട്ടിഫിഷ്യൽ ഇക്വേഷൻ, റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്. ഓക്കെ, റെസിഡൻ്റ് ആകാം, നോൺ റെസിഡൻറ്റ്. എന്താണ്, 2,50,000 വരെ എന്തില്ല, ടാക്സ് ഇല്ല. 2,50,000 മുതൽ 5 ലക്ഷം വരെ എന്താണ്, 5%. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്കൊരു 5 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ 2,50,000 വരെ ഒന്നുമില്ല. പിന്നെ 2.5 തൊട്ട് 5 വരെ ഉള്ളതിൻ്റെ 5% എത്ര വരും, 12,500. ഓക്കെ, ദെൻ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആണെങ്കിൽ എത്രയാണ്, 20% ആണ്. 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ആ മിച്ചമുള്ള 10 ലക്ഷത്തിന് മുകളിലോട്ടുള്ളതിൻ്റെ 30%. ഓക്കെ, ദെൻ ഫോർ ഇൻഡിവിജ്വലിനും HOF-നും AOP, BOI, AJP-ക്കാണ് 2,50,000 വരെ നിൽ, 2,50,000 to 5 lakh 5%, 5 lakh to 10 lakh 20%, if it exceeds 10 lakh 30%. Okay, so resident individual age of 60 years or more but less than 80. That means നമുക്ക് എന്ത് പറയാം, പ്രീവിയസ് ഇയറിൽ 60 മുതൽ 79 വേണമെങ്കിൽ പറയാം. ഓക്കെ, 79 വരെ ആണെന്നുണ്ടെങ്കിൽ, 80 താഴെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നേരത്തെ 2,50,000 ആയിരുന്നു. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഫോർ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് എന്താണ്, പ്രീവിയസ് ഇയറിൽ 60 വയസ്സോ അതിൽ കൂടുതൽ എത്ര വരെ വരാം, 79 വയസ്സ് വരെ ആണെങ്കിൽ എന്താണ്, 3 ലക്ഷം വരെ ടാക്സ് ഇല്ല. 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5%, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് 30%. ദെൻ ഫോർ അടുത്ത കേസ്, ഫോർ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസ് ഏജ് ഓഫ് 80 years or more, 80 അതിൽ കൂടുതലാണെങ്കിൽ, 80 or more. ഓക്കെ, ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ വന്നാൽ എന്താണ്, 5 ലക്ഷം വരെ ടാക്സ് ഇല്ല. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30%. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ ശ്രദ്ധിച്ചോണം, ഫസ്റ്റ് കേസ് എന്താണ്, ഇൻഡിവിജ്വല് HOF എല്ലാവർക്കും എന്താണ് 2.5 വരെ ഇല്ല, നില്ലാണ്. റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഏജ് ഓഫ് 60 or more ബട്ട് അപ് ടു 79 ലെസ് ദാൻ 80 ആണെങ്കിൽ 3 ലക്ഷം വരെ എന്തില്ല. ദെൻ 80 റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ. ഓക്കെ, ഇവിടെ എന്താണ്, ഇൻഡിവിജ്വലും ആകാം, HOF ആകാം, AOP, BOI, AJP എല്ലാം റെസിഡൻ്റ് ആകാം, നോൺ റെസിഡൻ്റ് ആകാം. ഓക്കെ, നോൺ റെസിഡൻറ്റിന് നമുക്ക് എത്ര വരെ കിട്ടും, 2.5 lakhs വരെ. സോ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ 80 years or more ആണെങ്കിൽ 5 ലക്ഷം വരെ എന്താണ്, ടാക്സ് ഇല്ല. 5 ലക്ഷത്തിന് മുകളിലോട്ട് 10 ലക്ഷം വരെ 20%, അവിടെ 5% അല്ല, ശ്രദ്ധിക്കണം, 20%. ദെൻ 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30%. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത പേഴ്സണായിട്ടുള്ള ഫേമിനോ LLPക്കോ ലോക്കൽ അതോറിറ്റിക്കോ ഒക്കെ എന്താണ്, ഫ്ലാറ്റ് 30%. ഇൻകം എത്രയുണ്ടോ അതിൻ്റെ 30%. ദെൻ കമ്പനീസ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഡൊമസ്റ്റിക് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന ടേൺ ഓവർ ഓർ ഗ്രോസ് റെസിപ്റ്റ് പ്രീവിയസ് ഇയർ 17-18 അപ് ടു 400 crores ആണെങ്കിൽ എത്ര വരും, 25%. 25%. ഓക്കെ, വേറെ ഏത് സിനാരിയാണ്, ദാറ്റ് മീൻസ് കമ്പനിക്ക് നോർമലി വരുന്നത് 30 ആണ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇതാണ് കുറച്ച് 25%. ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇതാണ് 40% ഫ്ലാറ്റ്. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസ് ആണെങ്കിൽ
up to 10,000 10%, 10,000 to 20,000 20%, above 20,000 30%. Okay. സോ ഇവിടെ ഒരു ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും സ്പെഷ്യൽ റേറ്റ്സ് കുറച്ച് നമ്മൾ പല ചാപ്റ്ററിലായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. സ്പെഷ്യൽ റേറ്റ്സ് വരുന്ന ക്യാപിറ്റൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 112 ആണ് വരുന്നെങ്കിൽ 20%. ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A ആണെങ്കിൽ 10%. ഇഫ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എക്സീഡ്സ് 1 lakh. ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A 15%. കാഷ്വൽ ഇൻകം ലോട്ടറി വിന്നിങ്സിനൊക്കെ നമുക്ക് 30% ആണ്. 115 BBDA ഹൈ ഡിവിഡൻഡ് കിട്ടുന്ന, ദാറ്റ് മീൻസ് 10 ലക്ഷത്തിന് മുകളിൽ ഡിവിഡൻഡ് കിട്ടുന്നവർക്കുള്ള ഒരു സെക്ഷനാണ് 10%. നേരത്തെ ഇത് നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ്സ് നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 60 പ്ലസ് സർചാർജ് 25% പ്ലസ് സെസ് 4%, അങ്ങനെ എഫക്റ്റീവ് റേറ്റ് 78%. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നത് സർചാർജ്. സർചാർജിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ അമെൻഡഡ് ആണ്. ഓക്കെ, ഈ സർചാർജ് ഓഫ് ഇൻകം 111A 112A അമെൻഡഡ് ആണ്. നോർമൽ സെനാരിയിൽ ഇൻഡിവിജ്വലിന് HUFN നമ്മളിത് പിന്നീട് ക്യാപിറ്റൽ ഗെയിൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും സർചാർജ് വേറെ നമ്മുടെ AMTയിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കൂടുതലായിട്ട് നമുക്ക് അത് ആവശ്യം വരും. ഓക്കെ, ഇവിടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. നോർമൽ ഇൻഡിവിജ്വലിൻ്റെ കേസസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇൻകം എക്സീഡ്, ദാറ്റ് മീൻസ് 50 lakhs വരെ എന്തില്ല സർചാർജ് ഇല്ല. 50 lakh എക്സീഡ് ചെയ്യുന്ന 1 crore വരെയാണെങ്കിൽ 10%. ദെൻ 1 crore എക്സീഡ് ചെയ്ത് 2 crore വരെയാണെങ്കിൽ 15%. ദെൻ exceeds 2 crores but not exceeding 5 crore വരെയാണെങ്കിൽ 25. then total earnings exceeds exceeds 5 crores എന്നാണ് പറയുന്നത്. ടോട്ടൽ ഇൻകം exceeding 5 crores then 37%. ഇടയ്ക്ക് വന്നിരിക്കുന്ന എല്ലാം 112 111 ഏത് കേസിനാണെങ്കിലും അവർക്ക് എത്രയാണ് വരുന്നത് 15% നമുക്കറിയാം. 111A 112A പറയാതെ ഈ ഒരു കേസിൽ 10%, ബാക്കി എല്ലാ കേസിലും നമുക്ക് വരുന്നത് 15% ആണ്. 111A 112A ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്കത് ആ ഒരു ചാപ്റ്റർ വരുമ്പോഴത്തേക്കും നമ്മൾ ക്യാപിറ്റൽ ഗെയിനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. അമെൻഡഡ് ആണ് 10%, then 15%, 15%. 50 lakh to 1 crore വരെ മാത്രം 10%, ബാക്കി എല്ലാ സെനാരിയോയിലും 15% വരുന്നത്. ഇവിടെ നോക്കിയറിയാം. ഓക്കെ, 50 lakh. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻഡിവിജ്വലിൻ്റെ സർചാർജിൻ്റെ കേസിൽ ഇൻഡിവിജ്വലിൻ്റെ സെനാരി എടുക്കുകയാണെങ്കിൽ ഇൻകം എടുക്കുകയാണ് അപ് ടു 50 lakh. ഓക്കെ, എന്താണ് നോ സർചാർജ്. ദെൻ ഇൻകം എന്താണ് 50 lakhs എക്സീഡ് ചെയ്തു ബട്ട് ലെസ് ദാൻ 1 crore. ആ കേസിൽ എത്ര വരും 10%. ഓക്കെ, സോ ടാക്സ് കണ്ടുപിടിച്ചിട്ട് ടാക്സിൻ്റെ പുറത്താണ് ഇൻകത്തിൻ്റെ ഒക്കെ എല്ലാ പേഴ്സൻ്റ് എടുക്കുന്നത്. എപ്പോഴും സർചാർജ് നമ്മൾ അതുവരെയുള്ള ടാക്സ് റേറ്റ് വെച്ച് ടാക്സ് കണ്ടുപിടിച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സർചാർജ്. ഓക്കെ, ദെൻ തേർഡ് സെനാരിയോ എത്ര എന്താണ് എക്സീഡിങ് 1 crore ബട്ട് ലെസ് ദാൻ 2 crore. ആ കേസിൽ എത്ര വരും 15%. 15%. ദെൻ exceeding 2 crores but less than or equal to not exceeding 5 crore. Okay, less than or equal to ആ കേസിൽ എത്ര വരും 25%. if exceeds 5 crores then 37%. ഓക്കെ, അതാണ് നമ്മളിവിടെ ചാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ചാർട്ടിൽ ഈ ഒരു കോളം കംപ്ലീറ്റ് എന്താണ് അമെൻമെൻറ്റിൽ വന്നാണ്. ദാറ്റ് മീൻസ് അപ് ടു 50 ഇൻഡിവിജ്വലിൻ്റെ കേസ് ആണെങ്കിൽ 50 lakh വരെ എന്തില്ല സർചാർജ് ഇല്ല. 50 lakh എക്സീഡ് ചെയ്തു അപ് ടു 1 lakh ആണെങ്കിൽ 1 crore ആണെങ്കിൽ 10%. 1 crore എക്സീഡ് ചെയ്തു അപ് ടു 2 crore ആണെങ്കിൽ 15%. 2 crore എക്സീഡ് ചെയ്തു അപ് ടു 5 crore ആണെങ്കിൽ 25%. ഇഫ് ഇറ്റ് എക്സീഡ്സ് 5 crores then ദാറ്റ് മീൻസ് ഇൻകം കൂടുന്ന അനുസരിച്ചിട്ട് എന്താണ് ഒരു അഡീഷണൽ ആയിട്ടുള്ള ടാക്സ് കൊണ്ടുവരികയാണ് എന്തെന്ന് ഉദ്ദേശം സർചാർജിൻ്റെ ഉദ്ദേശം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ LLP ലോക്കൽ അതോറിറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ആണെങ്കിൽ ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുക അപ് ടു 1 crore. ഓക്കെ, LLP ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫേമ ലോക്കൽ അതോറിറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലോക്കൽ അതോറിറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അവർക്കാണെങ്കിൽ എന്താണ് നമുക്ക് രണ്ട് സെനാരിയോ ആണുള്ളത്. 1 crore വരെ എന്താണ്
സർചാർജ് ഇല്ല. ഇഫ് ഇറ്റ് എക്സീഡ്സ് 1 crore then 12%. ഓക്കെ, ഇതേ ഉള്ളൂ 12%. ദെൻ കമ്പനിയിൽ ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ, ഡൊമസ്റ്റിക് കമ്പനി മീൻസ് ഒന്നുമില്ല ഒരു ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇൻകത്തിൽ നിന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാനുള്ള കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം, ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയാം. ഡൊമസ്റ്റിക് കമ്പനിയിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ 3 ആയിട്ട് എടുക്കാം. അപ് ടു 1 crore എന്തില്ല, സർചാർജ് ഇല്ല. 1 crore എക്സീഡ് ചെയ്യാണ് 1 crore, ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 crore. ഓക്കെ, 10 crore വരെയാണെങ്കിൽ 7%. 10 crore എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 12%. ഓക്കെ, ഇതേപോലെ തന്നെ ഫോറിൻ കമ്പനിക്ക് 1 crore വരെ ഇല്ല. 1 crore എക്സീഡ് ചെയ്യുക 10 crore വരെയാണെന്നുണ്ടെങ്കിൽ 2%. ഫോറിൻ കമ്പനി ആണെങ്കിൽ ഇതേ സെനാരിയോ, 3 സെനാരിയോ ഇതേപോലെ തന്നെ. 1 crore വരെയാണെങ്കിൽ ഇല്ല. 1 crore to 10 crore 2%. ഇഫ് ഇറ്റ് എക്സീഡ്സ് 10 crore 5%. ഇവിടെ കുറയ്ക്കുന്നൊന്നുമല്ല, ബിക്കോസ് ഫോറിൻ കമ്പനീസിന് ഓൾറെഡി ടാക്സ് റേറ്റ് എത്ര വരുന്നുണ്ട്, 40% വരുന്നുണ്ട്. അതിൻ്റെ പുറത്താണ് 2%. സോ ഫോറിൻ കമ്പനി ആണെങ്കിൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് കമ്പനികൾ കുറവാണെന്ന് വിചാരിക്കുന്നത്. ഡൊമസ്റ്റിക് കമ്പനിക്ക് മാക്സിമം 30% ആണ് വരുന്നത്. ഫോറിൻ കമ്പനിക്ക് റേറ്റ് തന്നെ 40 ഉണ്ട്. അതിൻ്റെ പുറത്താണ് ഇന്ത്യയിൽ നിന്ന് സർചാർജ് വരുന്നത്. ഓക്കെ, ദെൻ റീബേറ്റ് അണ്ടർ സെക്ഷൻ 87, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റീബേറ്റ് അപ് ടു ₹12,500 for resident individuals having total income up to ₹5 lakhs. So that means rebate shall be lower of income tax payable on total income or ₹12,500. Rebate 87 is not applicable for capital gain under section 112A. Okay. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. 87A rebate. 87A rebate കിട്ടുന്നത് ആർക്കൊക്കെയാണ്? റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിന് മാത്രം. എല്ലാ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിനും കിട്ടുമോ? കിട്ടില്ല. എന്തായിരിക്കണം? ടോട്ടൽ ഇൻകം അപ് ടു 5 lakh. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര വരെ കിട്ടാം? മാക്സിമം 12,500 വരെയാണ് നമുക്ക് എന്ത് കിട്ടാവുന്നത്? 87A റീബേറ്റ് കിട്ടാം. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് 2 എക്സാമ്പിൾസ് നോക്കാം. അതൊന്ന് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. രണ്ട് മൂന്ന് കേസസ് എടുക്കാം. ടോട്ടൽ ഇൻകം പറയാണ്. റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഇവിടെ ടോട്ടൽ ഇൻകം 4 lakhs. ടോട്ടൽ ഇൻകം 4 lakhs. ഫസ്റ്റ് കേസ് എടുക്കുകയാണ്. ടോട്ടൽ ഇൻകം 4 lakhs. ഇവിടെ ടോട്ടൽ ഇൻകം 5,10,000. ഇവിടെ ടോട്ടൽ ഇൻകം 3 lakhs. ഇവിടെ ടോട്ടൽ ഇൻകം 5,20,000. നമുക്കറിയേണ്ടത് ഒറ്റ കാര്യമാണ്, 87A ആപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ ആണെങ്കിൽ 87A എത്ര റീബേറ്റ് കിട്ടും? റീബേറ്റ് ഇവിടെ നോക്കാം. റെസിഡൻറ്റ്. ഓക്കെ, റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ. ഓക്കെ, ഇവിടെയും റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ. ഓക്കെ, റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് 87 ആപ്ലിക്കബിൾ ആണ്. എപ്പോഴാണ്? ടോട്ടൽ ഇൻകം അപ് ടു 5 lakh. ടോട്ടൽ ഇൻകം 5 lakh വരെ ആയതുകൊണ്ട് എന്താണ്, ഇയാൾക്ക് 87A ആപ്ലിക്കബിൾ ആണ്. 87 ആപ്ലിക്കബിൾ ആണെങ്കിൽ എത്രയാണ് റീബേറ്റ് കിട്ടുന്നത്? ഓക്കെ, 12,500 ഓർ ഇൻകം ടാക്സ് പേയബിൾ. ഓക്കെ, ഇയാളൊരു 60 yearsൽ താഴെയുള്ള ഇൻഡിവിജ്വൽ ആണെങ്കിൽ എന്താണ്, 2.5 lakh വരെ എന്താണ് നിൽ. ദെൻ 2.5 lakh ടു 4 lakhൻ്റെ അവർക്ക് എത്ര പെർസെൻറ്റേജ് വരും? 2.5 lakh to 5 lakh വരുന്നത് 5% ആണ്. ഓക്കെ, നമുക്ക് അറിയാം 2.5 കാൽക്കുലേറ്റ് നോക്കാം. 4 lakh മൈനസ് 2,50,000 എത്ര വരും? 1,50,000ൻ്റെ 5% എത്ര വരുന്നുണ്ട്? 7,500. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 7,500 or 12,000. ദാറ്റ് മീൻസ് ഇവിടെ ആകെ ടാക്സ് വരുന്നത് എത്രയാണ്? ഒന്നുകിൽ ആക്ച്വലി വരുന്ന ടാക്സ് അല്ലെങ്കിൽ 12,500, വിച്ച് എവർ ഈസ് ലെസ്. ഓക്കെ, ഇവിടെ 7,500 വരുന്നുള്ളൂ. സോ റീബേറ്റ് നമുക്ക് എത്ര കിട്ടും? 12,500 അല്ല കിട്ടുന്നത്, 7,500. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് 12,500 ഓർ ആക്ച്വൽ ടാക്സ്. ഇവിടെ നോക്കുക, റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ ടോട്ടൽ ഇൻകം എത്രയാണ്? 5,10,000. ദെർഫോർ എന്ത് ആപ്ലിക്കബിൾ അല്ല? 87 ആപ്ലിക്കബിൾ. നോൺ റെസിഡൻറ്റ് നോക്കുക വേണ്ട. ഇൻകത്തിൻ്റെ കാര്യം എന്താണ്? റെസിഡൻറ്റ് ആയാൽ മാത്രം റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? 87 ആപ്ലിക്കബിൾ. ഇവിടെ
നോൺ റെസിഡൻറ്റുമാണ് 5,20,000 ആണ്. 87A റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന തിയറി. നമുക്ക് 1-2 ബേസിക് പ്രോബ്ലംസ് നോക്കാം. മിസ്റ്റർ എ, aged 45, has total income of rupees 12 lakhs. Okay, the assessment year 2021. Okay, assessment year 2021 അയാൾക്ക് അതിൻ്റെ പ്രീവിയസ് ഇയർ 1920 അയാൾക്ക് 12 lakhs ഇൻകം ഉണ്ടെങ്കിൽ അയാളുടെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ഇൻഡിവിജ്വൽ ഏജ്ഡ് 45 അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര വരെയാണ് ടാക്സ് ഇല്ലാത്തത്? അപ് ടു 2.5 lakhs. ഒന്നുമില്ല. ദെൻ 2.5 lakhs to 5 lakhs എത്രയാണ് റേറ്റ് വരുന്നത്? 5%. ഓക്കെ, ഇവിടെ ദാറ്റ് മീൻസ് ഇവിടെ ഏക്ക് 12 lakh ഉള്ളതുകൊണ്ട് ഇത് വരും 2.5 to 5, 2.5 lakhs ഇൻറ്റു 5%. എത്ര വരും? 12,500. ദെൻ 5 lakhs to 10 lakhs എത്രയാണ്? 20%. ഇവിടെ ടോട്ടൽ ഇൻകം എത്ര ഉണ്ട്? 12 lakh ആയതുകൊണ്ട് 5 lakh to 10 lakh ഉണ്ട്. 10 lakh minus 5 lakh എത്ര വരും? 5 lakhs into 20%. ദെൻ 10 lakhന് മുകളിലോട്ടുള്ളതിന് if it exceeds 10 lakh എത്രയാണ്? 30%. മീൻസ് 10 lakhന് മുകളിൽ ഇവിടെ എത്ര വന്നിട്ടുണ്ട്? 2 lakhs into 30%. ദെൻ 5 lakh into 20% എത്ര വരും നമുക്ക്? 1 lakh. 5 lakh into 20%, 1 lakhs. ദെൻ 10 lakhന് മുകളിലുള്ള 2 lakhsൻ്റെ പുറത്ത് 30% എത്ര കിട്ടും? 60,000. ദെൻ ടോട്ടൽ എത്ര വരും? ടോട്ടൽ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട് 12,500 പ്ലസ് 1 lakh പ്ലസ് 60,000. 12,500 പ്ലസ് 1 lakh പ്ലസ് 60,000 എത്ര വരുന്നുണ്ട്? 1,72,500. ഓക്കെ, ഇവിടെ നോക്കാം. നമുക്ക് പിന്നെ നമുക്കറിയാം ടോട്ടൽ ടാക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ടാക്സ് ആണ്. ടാക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് സർചാർജ് ഉണ്ടോ നമുക്ക്? സർചാർജ് ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ എത്രയാണ്? 50 lakh എഴുതണം. 87A കിട്ടുമോ നോക്കണം. 87A എത്രയാണ്? 5 ലക്ഷം വരെയുള്ള ഇവിടെ 12 ലക്ഷമാണ്. സോ ഇതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? ആഡ് സെസ്. എത്ര പെർസെൻ്റാണ്? അറ്റ് റേറ്റ് 4%. ദറ്റ് മീൻസ് സെസ് എപ്പോഴും ആഡ് ചെയ്യുന്ന സർചാർജും സെസ്സും ഒക്കെ എന്താണ്? ഇൻകം ടാക്സിൻ്റെ പുറത്ത് 2,500 ഇൻറ്റു 4% കാൽക്കുലേറ്റ് നോക്കാം. 1,72,500 ഇൻറ്റു 4% എത്ര വരുന്നത് നമുക്ക്? 6,900. ദെൻ അതുകൂടെ ആഡ് ചെയ്യാം. 6,900 പ്ലസ് 1,72,500 equal to 1,79,400. Total answer, total tax liability 1,79,400. Sometimes ignore cess എന്ന് പറഞ്ഞ കേസിനൊക്കെ നമുക്ക് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? സോ ഇവിടെ വരെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചാൽ മതിയാവും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Mr. A, aged 50, having total income 51 lakh. That means individual income 50 lakh exceed ചെയ്താൽ എന്ത് ആപ്ലിക്കബിൾ ആകുന്നു? സർചാർജ് ആപ്ലിക്കബിൾ ആകും. സർചാർജ് ആപ്ലിക്കബിൾ ആകുന്ന കേസിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, മാർജിനൽ റിലീഫ്. ദാറ്റ് മീൻസ് ഓൾറെഡി 30% നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും അതിൻ്റെ പുറത്ത് എന്താണ്? സർചാർജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ ആ ഒരു സെനാരിയോയിൽ നമുക്ക് മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. സോ നമുക്ക് നോക്കാം മാർജിനൽ റിലീഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ആദ്യം ഈ തന്നിരിക്കുന്ന ഇൻകത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്യുക? ടാക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇൻക്ലൂഡിങ് സർചാർജ്. ഓക്കെ, ടാക്സ് ലയബിലിറ്റി ഇൻക്ലൂഡിങ് സർചാർജ്. നമുക്ക് 51 lakh ഏജ് 50 ആയതുകൊണ്ട് എന്താണ്? 2,50,000 വരെ 2.5 lakh വരെ നിൽ. ദെൻ 2 lakh to 5 lakh നമുക്കറിയാം വരും. 5% എടുക്കുമ്പോഴത്തേക്കും 12,500. ദെൻ 5 lakh to 10 lakh നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 20% എടുക്കുമ്പോൾ 1 lakh. ദെൻ പിന്നെ എത്രയാണ്? 41 lakhൻ്റെ 30%. 41 lakh ബിക്കോസ് 10 lakhന് മുകളിൽ 51 lakh മൈനസ് 10 lakh 41 lakhൻ്റെ 30% എത്ര വരുന്നുണ്ട്? ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ. 12,30,000.
ഇതും കൂടെ ആഡ് ചെയ്യാം. 13,42,500. ഇതിൻ്റെ പുറത്ത് എന്ത് ചെയ്യാം? സർചാർജ് വരുന്ന 50 lakh എക്സീഡ് ചെയ്തു 1 crore ആണെങ്കിൽ 10% at the rate 10. ദാറ്റ് മീൻസ് ഈ കണ്ടുപിടിച്ച ടാക്സിൻ്റെ പുറത്ത് 10% എത്ര വരും? 13, 42, 50. 1,34,250. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 14,76,750. സോ ഇനി മാർജിനൽ റിലീഫ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 50 lakhs വരെയല്ലേ സർചാർജ് ഇല്ലാത്തത്, അതുവരെ ഉള്ളതിൻ്റെ ടാക്സ് കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് 50 lakhs വരെയുള്ളതിൻ്റെ ടാക്സ്. ദെൻ എത്ര വരും? 2.5 വരുന്നില്ല, 12,500. ദെൻ 1 lakh. ദെൻ 40 lakhൻ്റെ 30%, 12 lakh. 30 ടോട്ടൽ 13 lakhs, 12,500. ഓക്കെ, ഇനിയാണ് ഈ 50 lakhന് മുകളിൽ എത്രയാണ് ഇൻകം ഉള്ളത്? എത്രയാണുള്ളത്? എത്രയാണുള്ളത്? 51 lakh. ആ എക്സസ് എമൗണ്ട്, അതായത് 1 lakh എന്ത് ചെയ്യുക? ഈ കിട്ടിയതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 1 lakh ആഡ് ചെയ്യുക. 1 lakh ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 14,12,500. 14,12,500. ഓക്കെ, സോ ഈ ഡിഫറൻസ് ആണ് 14,76,500, 14,12,500. വരുന്ന ഡിഫറൻസ് എത്രയാണ്? വരുന്ന ഡിഫറൻസ് 14,76,500 മൈനസ് 14,12,500 വരുന്നുണ്ട് 64,000. 14,76,750 ആണ് ഫൈനൽ അല്ല, 76,500 മൈനസ് 14,12,500 ഇത്രയാണ് 64. ദാറ്റ് മീൻസ് ഇതിൽ ലീസ്റ്റ് ഡിഫറൻസിനാണ് എത്ര? ഡിഫറൻസ് 64,250 മാർജിനൽ റിലീഫാണ്. മാർജിനൽ റിലീഫ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ടാക്സ് അടയ്ക്കത്തില്ല. മാർജിനൽ റിലീഫാണ്. ദെൻ എന്തിൻ്റെ പുറത്താണ് നമ്മൾ ടാക്സ് പേയബിൾ ഏതെടുക്കും? ഇതിൻ്റെ ലീസ്റ്റ് ആയിട്ടുള്ള ഇതിൽ നിന്ന് ഈ ഡിഫറൻസ് നമ്മൾ കുറച്ച് കളഞ്ഞു. ടാക്സ് വേണ്ട. 14,12,500 നമ്മളുടെ എന്തിനു മുമ്പുള്ള സെസ്സിന് മുമ്പുള്ള ടാക്സ്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ at the rate 4% സെസ് കൂടെ ആഡ് ചെയ്തിട്ട് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കും. ഓക്കെ, സോ ഹയർ ഇൻകം ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു റീബേറ്റ് ആണ് നമുക്ക്, അല്ലെങ്കിൽ ടാക്സിൻ്റെ ഒരു കുറവ് കൊടുക്കുന്നത് മാർജിനൽ റിലീഫ്. മാർജിനൽ റിലീഫ്. സോ ഇതിനകത്ത് ലീസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ആ ഡിഫറൻസ് ആണിത് മാർജിനൽ. ഇതിന് എന്ത് ചെയ്യത്തില്ല, നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട. ബാക്കി റിമൈനിങ് 14,12,500 പ്ലസ് 4% ആണ് വരുന്നത് ടാക്സബിലിറ്റി വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വേറൊരു കേസ്. Mr. A aged 55 having total income of 1 crore 1 lakhs. Okay, so first ഇതേപോലെ എന്ത് ചെയ്യാം? ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്ത് എന്താണ്? സർചാർജ് ഉൾപ്പെടെയുള്ള ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. ടാക്സ് ലയബിലിറ്റി നോക്കാം എത്രയൊക്കെയാണ് വരുന്നത്. സോ 2,50,000 വരുന്നില്ല. 2,50,000 to 5 lakh 5%, 12,500. ദെൻ 5 lakh to 10 lakh 20%, 1 lakh. Then 1 crore 10 lakh വെച്ചിട്ടുള്ള 91 lakhൻ്റെ പുറത്ത് 30% കണ്ടുപിടിക്കുക. 91 lakh into 30%. 91 lakh into 30%, 27 lakhs 30,000. 27 lakhs 30,000. സോ ഇത് ആഡ് ചെയ്തിട്ട് കിട്ടും 28,42,500. ഇതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യും? സർചാർജ്. എത്രയാണ് സർചാർജ് വരുന്നത്? at the rate 15%. Okay, so that means 28,42,500 into 15% എത്ര വരും? 28,42,500 into 15%, 34 lakh 26,375. ഇതിവിടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സർചാർജ് വരെയുള്ള ഇൻകം. അതിവിടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 32,68,875. ഓക്കെ, സോ ഇനി മാർജിനൽ റിലീഫ് കണ്ടുപിടിക്കണം.
ദെൻ 1 crore വരെയുള്ള കേസ് 1 crore വരെയാകുമ്പോൾ എന്ത് ചെയ്യും ഫസ്റ്റ് സെനാരിയോയിൽ വരും. ദാറ്റ് മീൻസ് സർചാർജ് 10% ഉള്ളവർ വരും. ഓക്കെ, അപ് ടു 1 crore വരെയാണ് നോക്കാം. പ്ലസ് എന്ത് വരും, ഒരു 1 lakh എക്സസ് വരും കണ്ടുപിടിക്കാം. സോ 1 crore വരെ ഉള്ളത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എത്ര വരും, 12,500 പ്ലസ് 1 lakh. ദെൻ നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത 10 lakh മുതൽ 1 crore 90 lakhൻ്റെ 30% എത്ര വന്നു, 27 lakhs. 27 lakhs. സോ ഇതിൻ്റെ പുറത്ത് 27 lakhs 1 lakh 27 lakhs plus 1 lakh plus 12,500, so 28 lakhs 12,500, 28 lakhs 12,500. Okay, 28 lakhs 12,500. ഇതിൻ്റെ കൂടെ നമ്മളെന്താണ് 1 crore വരെ ആകുമ്പോഴത്തേക്കും സർചാർജ് എത്ര വരും, അറ്റ് റേറ്റ് 10%. സർചാർജ് 10% റേറ്റിൽ വരും. 28 1250, 2,81,250. സോ ഇതിനോട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും 2,81,250 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 30,93,750, 30,93,750. ഓക്കെ, സോ ഇതിനകത്ത് നോക്കാം. സോ ഇത് നമ്മൾ ഡിഫറൻസ് ആയിരിക്കും എന്ത്, മാർജിനൽ റിലീഫ്. അത് നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കാം, എത്ര കിട്ടും, മാർജിനൽ റിലീഫ് കണ്ടുപിടിക്കുക. ദെൻ മാർജിൻ റിലീഫ് ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്കും 1,75,125. ഓക്കെ, ദെൻ ഈ 30,93,750. സോറി, സർചാർജ് എടുക്കുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. മാർജിൻ റിലീഫ് അതല്ല വരുന്നത്, ഇതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം, അവർ എക്സസ് ഉള്ള 1 lakh കൂടെ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും, 31 lakhs. ആ ഡിഫറൻസ് എത്ര വരും, ഡിഫറൻസ് വരുന്നത് 75,125. സോ ദാറ്റ് മീൻസ് നമ്മൾ എന്തിൻ്റെ പുറത്തായിരിക്കും സെസ് ആഡ് ചെയ്യുന്നത്, 31,93,750. നമുക്ക് ബാക്കി മിച്ചോളം എത്ര കിട്ടി, ഇത്രയും നമുക്ക് മാർജിനൽ റിലീഫായിട്ട് കിട്ടി, ആ ഡിഫറൻസ്. ദെൻ 31 ഇതിൻ്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്യും, അറ്റ് റേറ്റ് 4% സെസ് കൂടെ ആഡ് ചെയ്താൽ ഫൈനൽ ആൻസർ ആവും. ഇതിൻ്റെ കൂടെ സെസ് കൂടെ ആഡ് ചെയ്യാം. ദെൻ മിക്കവാറും കേസിൽ ഇഗ്നോർ സെസ് എന്നൊക്കെ പറയാറുണ്ട് സംടൈംസ്. നോക്കാം, ഇതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. സർചാർജ് ഉൾപ്പെടെയുള്ള ടോട്ടൽ ലയബിലിറ്റി കണ്ടുപിടിക്കുക. ദെൻ സർചാർജിന് തൊട്ടുമുമ്പ് ഉള്ളത്, ദെൻ എക്സസ് ഇൻകം, അതുവരെയുള്ള ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ എക്സസ് ഇൻകം കൂടെ ആഡ് ചെയ്തിട്ട് ആ ഡിഫറൻസ് ഉള്ളത് എന്താണ്, മാർജിനൽ റിലീഫ് ആയിട്ടുമ്പോൾ ബാക്കിയുള്ളത് നമുക്ക് മിച്ചം അതിൻ്റെ പുറത്ത് 4% സെസ് കൂടെ ആഡ് ചെയ്ത് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് മാർജിനൽ റിലീഫിൻ്റെ കോൺസെപ്റ്റ്. സോ ഇതേപോലെ തന്നെ നേരത്തെ ഇതേപോലെ തന്നെ 2 crore കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. 2 crore കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത് എന്നുള്ളത്. ജസ്റ്റ് 2 crore വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ എങ്ങനെയായിരിക്കും വരുന്നത് നമുക്ക് നോക്കാം. ഏതെന്ന് ചെയ്യാം. സർചാർജ് ഉൾപ്പെടെ ഉള്ള ടാക്സ് ലയബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം. സോ അപ് ടു 2.5 lakh 12,500, then 1 lakh, then 10 lakh മുതൽ 2 crore 1 lakh വരെയുള്ള അതിൻ്റെ 30%, 57 lakhs 30,000 വരും. ഇതിൻ്റെ കൂടെ ഈ കിട്ടുന്ന ടോട്ടൽ എത്രയാണ്, 58 lakhs 42,500. ഇതിൻ്റെ കൂടെ എത്ര സർചാർജ് എത്രയാണ് വരുന്നത്, അറ്റ് ദ റേറ്റ് 25%. ആ കിട്ടുന്ന ഫിഗർ ആഡ് ചെയ്യുക. സർചാർജ് 25% എടുക്കുമ്പോൾ കിട്ടുന്നത് 14 lakhs 60,625. കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ചെടുക്കുക. സോ ടോട്ടൽ എത്ര വരുന്നുണ്ട്, 73 lakhs 3,125.
25. ഓക്കെ, ഇതും എന്തുമായിട്ട് നമ്മൾ 2 crore വരെയുള്ളത് 2 CR വരെയുള്ളത് പ്ലസ് 1 lakh. ഓക്കെ, ഇതിൻ്റെ ടാക്സ് 2 crore വരെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പോലെ 2 crore വരെ ആകുമ്പോൾ എത്ര പെർസെൻറ്റേജ് വരും? 15%. അത് വെച്ചിട്ടുള്ള കണ്ടുപിടിക്കുക. 2 crore വരെ ആകുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് നോക്കാം. 12,500, then 1 lakh, then 57 lakhs വരും. 57 lakhs total. 57, 58. 57 lakhs plus 1 lakh plus 12,500. 58 lakh 12,500. 58 lakh 12,500. 58 lakh 12,500. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? എത്ര സർചാർജ് വരും? @15%. ഓക്കെ, സോ ഇതിൻ്റെ 15% എടുക്കുമ്പോൾ എത്ര വരും? 8,71,875. 8,71,875 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? പ്ലസ് 58 12,500 66,84 66,84,375. ഇതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? ഈ എക്സസ് ആയിട്ടുള്ള 1 lakh കൂടെ ആഡ് ചെയ്യണം. 1 lakhs. സോ എത്ര വരും? 66,85,375. ഓക്കെ, ആ ഡിഫറൻസ് ഇത് കണ്ടോ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് മാർജിൻ റിലീഫും 66,85,375 4% കൂടെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? മാർജിൻ റിലീഫ് ഡിഫറൻസും കണ്ടുപിടിക്കും. ദെൻ ഇതിൻ്റെ പുറത്ത് 66,85,375 പുറത്ത് സെസ് 4% കണ്ടുപിടിച്ച് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കും. സോ ഇതാണ് മാർജിൻ റിലീഫിൻ്റെ കോൺസെപ്റ്റ്. സോ 4-5 ചാൻസ് കൂടുമ്പോഴത്തേക്ക് മാർജിൻ റിലീഫ് ചോദിക്കാറുണ്ട്. സംടൈംസ് ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് കൂടെ ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ സീരിയസ് ആയിട്ട് നോക്കുക. മാർജിൻ റിലീഫ്, മാർജിൻ റിലീഫിൻ്റെ ഈ ഒരു പ്രോബ്ലം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. 5 crore 1 lakh വന്നിരിക്കുന്നതാണ്. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ 5 crore 1 lakh വരെ ഉള്ളതിൻ്റെ ടോട്ടൽ 5 crore മുകളിലാണെങ്കിൽ എത്ര വരും അത് വെച്ചിട്ട് ചെയ്യുക. ദെൻ 5 crore വരെ ഉള്ളത് 5 crore വരെ ഉള്ളതാണെങ്കിൽ എത്ര മാർജിൻ വരും, പിന്നെ ഇവിടെ 1 lakh കൂടെ ആഡ് ചെയ്യുക. ഡിഫറൻസ് മാർജിൻ റിലീഫ് അതിൽ ഏതാണ് ലീസ്റ്റ് അതിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ് ചെയ്യുന്നു. ഓക്കെ, 4% സെസ് കൂടെ ആഡ് ചെയ്യുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദെൻ ഒരു പ്രോബ്ലം കൂടെയാണുള്ളത്. മിസ്റ്റർ എ ഏജ്ഡ് 30, resident India, has total income 4,40,000 for the assessment year 2010 given. Compute tax liability. Okay, so അയാൾക്ക് എത്ര ഉണ്ട്? 4,40,000 ഉണ്ട്. അത് ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് ഇൻഡിവിജ്വലാണ് 4 lakh. റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് 5 lakh താഴെയാണെങ്കിൽ എന്താ ആപ്ലിക്കബിൾ ആണല്ലോ? 87A. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം, 87A ആപ്ലിക്കബിൾ ആണെന്നൊന്നും ക്വസ്റ്റ്യനിൽ പറയില്ല. ഒരു വലിയ പ്രോബ്ലത്തിൽ നമുക്ക് ഈ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണ്, ടോട്ടൽ ഇൻകം 5 ലക്ഷം വരെയാണെങ്കിൽ എന്ത് ആപ്ലിക്കബിൾ ആയിരിക്കും? 87 ആപ്ലിക്കബിൾ. ഓക്കെ, നമുക്ക് നോക്കാം. 4,40,000, 2,50,000 വരെ നിൽ, ടാക്സ് ഇല്ല. 2.5 to 4.4 lakhs എത്രയാണ് വരുന്നത്? 4,40,000 മൈനസ് 2,50,000. ഓക്കെ, 1,90,000ൻ്റെ എത്രയാണ്? 5%. 1,90,000 into 5%. എത്രയിട്ടും? into 5%. 9,500. 9,500. ഓക്കെ, ടാക്സ് ലയബിലിറ്റി 9,500 വന്നു. ഇവിടെ 87 ആപ്ലിക്കബിൾ ആണെങ്കിൽ എത്രയാണ്? 9,500 or 12,500 whichever is less allowed as deduction. So 87A എത്ര ഡിഡക്ഷൻ കിട്ടും? 9,500 എമൗണ്ട് ഡിഡക്ഷൻ കിട്ടും. ടാക്സ് ലയബിലിറ്റി എത്ര വരും? ഒന്നും തന്നെ ഉണ്ടാവില്ല ആ കേസിൽ. ഓക്കെ, ദാറ്റ് മീൻസ് 12,500 ഓർ 9,500 നമ്മൾ കണ്ടുപിടിച്ചു. ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചു ബിഫോർ സെസ്. ഓക്കെ, 9,500 12,500 ഏതാണോ കുറവ് അത് നമുക്ക് എന്ത് കിട്ടും? 87A
റിബേറ്റ് ആയിട്ട് കിട്ടും. 9,000 എൻ്റെ ടാക്സ് എമൗണ്ട് റിബേറ്റ് ആയിട്ട് കിട്ടി. എന്തുവരും ടാക്സ് ലയബിലിറ്റി നിൽ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് വരുന്ന പറയുന്നത്. അത് മേജറായിട്ട് നമുക്ക് 87A തന്നെയാണ്. പിന്നെ വരുന്നത് ആ ഒരു 112A 111A സർചാർജിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. ഓക്കെ, സോ റേറ്റും അമെൻഡ് ആണ്, അതിനകത്ത് നോക്കിയേക്കണം. ദെൻ ആ പറയുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്. ദാറ്റ് മീൻസ് ടാക്സ് എന്താണെന്ന് പറഞ്ഞു, ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് പറഞ്ഞു, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് പറഞ്ഞു, പ്രീവിയസ് ഇയർ, അസസ്മെൻറ്റ് ഇയർ, ടോട്ടൽ ഇൻകം 5 ഹെഡായിട്ട് വരുന്നത്. നോർമൽ സെനാരിയോയിൽ പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് ചെയ്യുന്നത്. അതല്ലാത്ത കുറേ കേസസ് 172 മുതൽ 176 വരെ പറഞ്ഞു. ദെൻ അസസിങ് ഓഫീസർ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് 68 മുതൽ 60-90 വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് വരുന്ന ടാക്സ് റേറ്റ് പറഞ്ഞു. അതെല്ലാം എന്ത് ചെയ്യും, എന്നാണോ കണ്ടുപിടിക്കുന്ന ആ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ചെയ്യുന്ന കേസ് പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സർചാർജിൻ്റെ റേറ്റും 87A, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 87A അമെൻമെൻറ്റ് വന്നാണ്. പ്രീവിയസ് ഇയറിലെ 12,500 ആയിരുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ 19-20 അസസ്മെൻറ്റ്, പ്രീവിയസ് ഇയർ 19-20 വന്നിരിക്കുകയാണ്. അസസ്മെൻറ്റ് 2021 87A പ്രകാരം മാക്സിമം അപ് ടു 12,500 ആണ് നമുക്ക് റിബേറ്റ് ആയിട്ട് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ആക്ച്വൽ ഇൻകം ടാക്സ് ലയബിലിറ്റി ഓർ 12,500 വിച്ച് എവർ ഈസ് ലെസ്. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ മേജറായിട്ട് പറയുന്നത്. മേജറായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ, 4 ഹെഡ്സ് ഓഫ് ഇൻകം ഒക്കെ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. സർചാർജിൻ്റെ റേറ്റ് പ്ലസ് 87A പ്രോബ്ലം. ഓക്കെ, ആ മാർജിനൽ റിലീഫ് കമ്പ്യൂട്ട് ചെയ്യുന്നതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കാം. മൾട്ടിപ്പിൾ ചോയ്സിൽ കയറി വരാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ഇൻകം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.